ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കാണുന്ന ഒരു BMW X2 ആണ്. ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്ന സർവീസിനും അതേമാതിരി തന്നെ ബ്രേക്കിൻ്റെ ജോബുണ്ട്. അതേമാതിരി തന്നെ ഈ വാഹനത്തിൽ ട്രാൻസ്മിഷൻ ഓയിലിൻ്റെ ഒരു വാണിംഗ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രാൻസ്മിഷൻ ഓയിലിൻ്റെ വാണിംഗ് നമുക്ക് ട്രാൻസ്മിഷൻ ഓയിൽ മാറിയതിന് ശേഷം ഈ വാഹനത്തിൻ്റെ ഓയിൽ റീസെറ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ട്രാൻസ്മിഷൻ ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ള വാണിംഗ് ഉണ്ട്. അപ്പം ഇങ്ങനെ വാണിംഗ് വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ട്രാൻസ്മിഷൻ ഓയിൽ നമ്മൾ റീപ്ലേസ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 5 ലിറ്റർ ഓയിലാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഓയിൽ ചോർത്തുന്നതിനും അതേമാതിരി തന്നെ ഫില്ല് ചെയ്യുന്നതിനും 2 നട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഓയിൽ ചോർത്തുന്നതിനും ഒന്ന് ഫില്ല് ചെയ്യുന്നതിനും. അപ്പോൾ ഇതിൻ്റെ ഓയിൽ എന്ന് പറയുന്നത് വളരെ ബാഡ് കണ്ടീഷൻ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സുധീഷാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ റീസെറ്റും കാര്യങ്ങളും ഫോൾട്ട് ക്ലിയർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. വാഹനം ട്രാൻസ്മിഷൻ ഓയിലിൻ്റെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്മിഷൻ ഓയിൽ റീസെറ്റ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ അതിൽ ഫോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ ക്ലിയർ ചെയ്യണം. എന്നാൽ EGSലെ ഫോൾട്ട് ട്രാൻസ്മിഷൻ ഓയിലിൻ്റെ റീസെറ്റ് ചെയ്താൽ മാത്രമേ അത് പോകത്തുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ പ്രൊസീജിയർ. അപ്പോൾ നമുക്കിത് ചെയ്യുന്നത് ഹോട്ട് ഫംഗ്ഷൻ്റെ അകത്താണ് നമ്മൾ പോയിട്ട് ആ പ്രൊസീജിയർ ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്ത് ട്രാൻസ്മിഷൻ ഓയിലിൻ്റെ റീസെറ്റിൻ്റെ പ്രൊസീജിയർ പോവുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കുറേയധികം ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതിപ്പോൾ കണ്ടല്ലോ, ഇതിപ്പോൾ ട്രാൻസ്മിഷൻ്റെ ഓയിൽ ടെമ്പറേച്ചർ 24 ആണുള്ളത്. അപ്പോൾ കൂടി വരുന്നുണ്ട്. ഇപ്പം വാഹനം നിലവിൽ സ്റ്റാർട്ടിങ്ങിലാണുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ട്രാൻസ്മിഷൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിതിൻ്റെ സ്കാനർ കണക്ട് ചെയ്ത് അതിൽ എത്രയാണ് ടെമ്പറേച്ചർ ഉള്ളത് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യണം. അതിനുശേഷം നമ്മൾ വാഹനം ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ നമുക്കത് റീസെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എപ്പോഴും ട്രാൻസ്മിഷൻ ഓയിൽ മാറിക്കഴിഞ്ഞ് ഇതേമാതിരി സ്കാനർ കണക്ട് ചെയ്തതിന് ശേഷം പിന്നെ ടെമ്പറേച്ചർ 40 to 58 അകത്ത് നമുക്ക് ഓയിൽ റീസെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ വാഹനം ന്യൂട്രലാക്കണം. അതേമാതിരി തന്നെ എന്താ പറയുക, പാർക്കിംഗ് ബ്രേക്ക് അപ്ലൈ ചെയ്യണം. പിന്നെ ബ്രേക്ക് പ്രസ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ പ്രൊസീജിയർ ടെമ്പറേച്ചർ എത്തിയതിന് ശേഷമാണ് വാഹനത്തിൻ്റെ ടെമ്പറേച്ചർ 40 to 58 ഇതിപ്പോൾ കണ്ടുള്ള ടെമ്പറേച്ചർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുവരെ നമുക്ക് ഈ റീഡ് ഔട്ട് ട്രാൻസ്മിഷൻ ഓയിൽ ടെമ്പറേച്ചർ ഒക്കെ എന്ന് പറഞ്ഞ് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വീണ്ടും അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ നോർമൽ 40 എത്തിയില്ല. ഇതിപ്പോൾ കണ്ടല്ലോ, ഇപ്പോഴും 32-ലാണുള്ളത്. അപ്പോൾ കൂടുതൽ വാഹനം സ്റ്റാർട്ട് ചെയ്ത് ട്രാൻസ്മിഷൻ ഓയിലിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ അകത്ത് കറക്റ്റ് എത്രയാണോ വേണ്ടത് അതിൻ്റെ കറക്റ്റ് എത്തുന്ന സമയത്ത് നമുക്ക് പിന്നെയുള്ള ഈ പ്രൊസീജിയർ ചെയ്യണം. ആ പ്രൊസീജിയർ കൃത്യമായിട്ട് പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് റീസെറ്റ് ഒരിക്കലും ആവത്തില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിംഗ് ബ്രേക്ക് ഇട്ടിരിക്കണം. അതേമാതിരി തന്നെ വാഹനം ന്യൂട്രലായിരിക്കണം. പിന്നെ അതിൻ്റെ ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്തിരിക്കണം. അപ്പോൾ ഇതിപ്പോൾ കണ്ടുള്ള 39 ആയി. ഓൾമോസ്റ്റ് നമ്മൾ ടെമ്പറേച്ചർ അടുത്തെത്താറായിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടല്ലോ, ഇനിയിപ്പോൾ ഞാൻ ന്യൂട്രലാക്കി. അതേമാതിരി പാർക്കിംഗ് ബ്രേക്ക് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രേക്ക് പ്രസ് ചെയ്തിട്ടുമുണ്ട്. ഇനിയിപ്പോൾ വണ്ടി ഓഫ് ചെയ്യുക. ഇനി കണ്ടിന്യൂ പോവുക. ഇതിപ്പോൾ കണ്ടല്ലോ, ട്രാൻസ്മിഷൻ ഓയിൽ റീസെറ്റ് സക്സസ്ഫുള്ളി. ഇങ്ങനെ ചെയ്യാതെ ഒരിക്കലും ഇതിൻ്റെ ട്രാൻസ്മിഷൻ ഓയിൽ റീസെറ്റ് ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ പ്രൊസീജിയർ പ്രോപ്പറായിട്ട് തന്നെ പാലിക്കുക. അതിനുശേഷം ഇതിൻ്റെ അകത്ത് ഒരു റീസെറ്റും കൂടി ഉണ്ട്. അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ അകത്ത് കാണാം. ഇനിയിപ്പോൾ കണ്ടല്ലോ, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ട്രാൻസ്മിഷൻ ഓയിലിൻ്റെ വാണിങ്ങും കാര്യങ്ങളെല്ലാം പോകും. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് അതിൻ്റെ ക്ലച്ചിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു പ്രൊസീജിയറും കൂടി ഉണ്ട്. ഇതിപ്പോൾ കണ്ടല്ലോ, അതെന്താണുള്ളത് കറക്റ്റ് നിങ്ങൾ റീഡ് ചെയ്തതിന് ശേഷം മാത്രം ഫോളോ ചെയ്ത് പോകും. ഇതൊരു 3 മിനിറ്റ് പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ അത് വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകണം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കാണാം 180 സെക്കൻഡ് അതിങ്ങനെ കുറഞ്ഞ് വരുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഞാൻ എൻ്റെ വീഡിയോ കട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ കണ്ടല്ലോ, കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഈ പറയുന്ന പ്രൊസീജിയർ കൃത്യമായിട്ട് തന്നെ പാലിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ റീസെറ്റിങ് സക്സസ്ഫുള്ളൊക്കെ ആവത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്നും ഞാൻ വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. ഇതിപ്പോൾ കണ്ടല്ലോ, ഏകദേശം നമ്മുടെ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. റീസെറ്റിങ് കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ അതിൻ്റെ അകത്ത് സ്കാനറിൽ കാണിക്കുന്നത് ആ പ്രൊസീജിയറിൽ നമുക്ക് കൃത്യമായിട്ട് പാലിക്കുക. ഇതിപ്പം സക്സസ്ഫുൾ ആയിട്ടുണ്ട് കണ്ടല്ലോ. ഇനിയിപ്പം വാണിംഗ് ഞാൻ ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വേറെ ട്രാൻസ്മിഷൻ ഓയിലിൻ്റെ വാണിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്കൊരു ചെറിയ ടെസ്റ്റ് ഡ്രൈവും കൂടി പോകേണ്ട ആവശ്യമുണ്ട്.
ഇപ്പം സർവീസ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹോട്ട് ഫംഗ്ഷനിൽ പോയിട്ട് EGS ട്രാൻസ്മിഷൻ ഓയിൽ റീസെറ്റ് ആണ് നമ്മൾ പ്രൊസീജിയർ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പം ഞാനിപ്പോൾ മൈ വെഹിക്കിളിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് വാർണിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ കണ്ടല്ലോ, നോ ഫോൾട്ടാണ്. അപ്പോൾ ഈ ചെയ്യേണ്ട പ്രൊസീജിയർ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുക. നമുക്കിതിന് ശേഷം മാത്രമേ അതിൻ്റെ ഫോൾട്ട് പോകത്തുള്ളൂ. ഹോട്ട് ഫംഗ്ഷനിൽ പോയിട്ട് റീസെറ്റ് ഓഫ് ഓയിൽ വെയർ വാല്യൂ ഓഫ് ദ ട്രാൻസ്മിഷൻ ഓയിൽ, നമുക്കതാണ് റീസെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്നും കൂടി ഞാനൊന്ന് റിവൈൻഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഹോട്ട് ഫംഗ്ഷനിൽ പോവുക. ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻ കാണാം. ഇത് കണ്ടല്ലോ, അതിൻ്റെ ട്രാൻസ്മിഷൻ അഡാപ്റ്റേഷൻ, അതിൽ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഈ പറയുന്ന പ്രൊസീജിയർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മളൊരു ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവിലാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതേപോലുള്ള ജർമ്മൻ അമേരിക്കൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.